ഇന്ന് ഒരു പക്ഷേ സാധാരണ നടക്കുന്ന കലോത്സവങ്ങളുടെ ഉദ്ഘാടനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തവും എന്നാൽ ഒരു സാധാരണയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾക്കപ്പുറത്തേക്ക് കലാമേളകൾ കലകൾ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, സർഗാത്മകത എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനുഷ്യനെ വീണ്ടും വീണ്ടും നന്നാക്കുന്ന, നമ്മുടെ മനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ആക്ച്വലി കലാപ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും പ്രതിസന്ധികളല്ല എന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ച 4 പ്രതിഭകളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇതിൽ 2 പേര് എനിക്ക് വളരെ പ്രിയപ്പെട്ട അടുത്തറിയുന്ന ആളുകളാണ്. 2 പേര്, ഒന്ന് ബഹുമാനപ്പെട്ട ഹബീബ് സാറ്, ഞാനൊക്കെ പഠിച്ച ഫറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ നെടുന്തൂണെന്ന് തന്നെ പറയാം ഹബീബ് സാറാണ്. കണ്ണിന് ബാധിച്ച തിമിരത്തെ തൻ്റെ പ്രതിഭാത്വം കൊണ്ട് മറികടന്ന് നമ്മൾക്ക് ഇന്ന് അഡ്വൈസ് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഹബീബ് സാർ. ഹബീബ് സാറെ ഹൃദ്യമായി നമ്മുടെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതുള്ളത്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഫറൂഖ് കോളേജിൽ. ഇൻ്റർ സോൺ, പി സോൺ കലോത്സവങ്ങളിലൊക്കെ ഞാനൊരു പക്ഷേ പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്ന ആളാണ് ജെയ്സൽ ഹംസ. ജെയ്സലിൻ്റെ പ്രതിഭാത്വം എന്ന് പറയുന്നത്, ജെയ്സൽ മനോഹരമായിട്ട് മിമിക്രി അവതരിപ്പിക്കും. ജെയ്സൽ തൻ്റെ കവിളുകൾ മിമിക്രിക്കുള്ള ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ വാക്കുകൾ ആളുകൾക്ക് മുമ്പിൽ ഇട്ടുകൊണ്ട് സദസ്സിനെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. മാത്രമല്ല അന്ന് സോഷ്യോളജി കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ചില പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യുകയും ഇന്ന് കൊളത്തറ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി ജെയ്സലിനെ കാലിഫിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ കൂടെയുള്ളത് നാസിഹദൻ ഉസ്താദാണ്. മഹദീൻ കടന്നവണ്ണ ക്യാമ്പസിലെ അധ്യാപകന് കൂടിയാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു സദസ്സിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നാലാമത് നമ്മുടെ കൂടെയുള്ളത് ആഷിഖ് കാളികാവ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന ഒരു വ്യക്തിത്വമാണ്. വളരെ മനോഹരമായിട്ട് പാട്ടുപാടും, മനോഹരമായിട്ട് നിങ്ങളെ ആനന്ദത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ശബ്ദത്തിനുടമയാണ്. സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയാണ്. ഫറൂഖ് കോളേജിൽ അവിടെ നടത്തുന്ന പോപ്പുലർ സിംഗർ എന്ന് പറയുന്ന ക്യാമ്പസിലെ മത്സരത്തിൽ വിന്നറായ വ്യക്തി കൂടിയായിരുന്നു ആഷിഖ്. 4 പേരെയും ഹൃദ്യമായി കാലിഫിൻ്റെ കണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഈ 4 പ്രതിഭകളും നമ്മളോട് ആദ്യം കുറച്ച് സമയം സംസാരിക്കും. നിങ്ങളോട് അവരെ പരിചയപ്പെടുത്തുകയും നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് നൽകുകയും ചെയ്യും ചുരുങ്ങിയ വാക്കുകളിൽ. അതിനുശേഷം നമ്മൾ ഒരു പാനൽ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും ചോദ്യങ്ങൾ ഇവരിലേക്ക് ചോദിക്കാനുണ്ടാവും, ഇവർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി മെസ്സേജുകൾ നൽകാനുണ്ടാവും. ആ രീതിയിലാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമ്മളോട് സംവദിക്കുന്നു ബഹുമാന്യനായ ഹബീബ് സർ. ഹബീബ് സർ, വെൽക്കം. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായി ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായി ഞാൻ പരിഗണിക്കുന്ന ഈ മനോഹരമായ സ്ഥാപനം, ഏറെ പ്രശസ്തമായ ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടുപോകുന്ന അംജദ് വഫ, മറ്റു ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ വിദ്യാർത്ഥികളായ ജെയ്സൽ, ആഷിഖ്, അതുപോലെ ഈ കാഴ്ചയില്ലാത്തവർക്കിടയിൽ തൻ്റെ ഇടപെടൽ കൊണ്ടേറെ പ്രസക്തനായ നാസിഹ് ദാനി, മറ്റു പ്രമുഖരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തിലാണ് ഇന്ന് നമ്മുടെ ചർച്ച നടത്തുന്നത്. പക്ഷേ ഈ കണ്ണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് പ്രസക്തമാക്കുന്നത്, ഞാൻ കാഴ്ചയില്ലാതെ ജനിച്ച് ജീവിക്കുന്ന ഒരാൾ എന്ന് മാത്രമല്ല, മറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന ഒരുപക്ഷെ ഏറ്റവും ശ്രേണീബദ്ധമായി കാഴ്ചയില്ലാത്തവരുടെ
സർവ്വതോന്മുഖമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന, ഏഷ്യയിൽ തന്നെ അനിതര സാധാരണമായ മറ്റൊരു സംഘടനയില്ലാത്ത വിധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ ഗവേഷണം PhD പൂർത്തിയാക്കിയത് കാഴ്ചയില്ലാത്തവരുടെ സാഹിത്യത്തിലുള്ള നിർമ്മിതിയെയും പ്രാതിനിധ്യത്തെയും കുറിച്ചാണ്. ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി എന്നുള്ള അനുഭവത്തേക്കാൾ പ്രയോഗത്തേക്കാൾ ഒരുപക്ഷെ ഇത്തരം മേഖലകളിലുള്ള എൻ്റെ ഇടപെടലായിരിക്കാം ഈ ഒരു വേദിയിൽ നിലനിൽക്കുന്നതിന് കൂടുതൽ എന്നെ അനുയോജ്യനാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ചെറിയൊരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇടപെടൽ ചുരുക്കും പിന്നീട് പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പറയാം. ആധികാരികമായി കണ്ണ് എന്നുള്ളത് പൊതുവെ സമൂഹം വിശ്വസിക്കുന്നത് മനുഷ്യൻ 80% കാര്യങ്ങളും കണ്ണിലൂടെ കാണുന്നു, അതുകൊണ്ട് മനുഷ്യൻ്റെ അറിവ് നേടുന്നതും മനുഷ്യൻ ജീവിതം സ്വായത്തമാക്കുന്നതും ഒക്കെ കണ്ണിലൂടെയാണെന്നാണ്. സത്യത്തിലല്ല. കണ്ണ് മറ്റ് ഇന്ദ്രിയങ്ങളെപ്പോലെയുള്ള ഒരു ഇന്ദ്രിയം മാത്രമാണ്. കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകമായ ഒരു ഉൾക്കാഴ്ചയില്ല. മറ്റുള്ളവർ കണ്ണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കാഴ്ചയില്ലാത്തവർ ബാക്കിയുള്ള അവരുടെ ശേഷികളെ ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രം. ഒരൊറ്റ ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കും. നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വലിയ ബാധ്യതകൾ കൂടിയാണ്. നിങ്ങളൊരു പക്ഷേ ഒരു കാഴ്ചയില്ലാത്ത ആളെ നോക്കിയിട്ട് നിങ്ങൾ അയാളെ നോക്കൂ, അതിനപ്പുറത്ത് വലിയൊരു അനുഗ്രഹമല്ലേ എനിക്ക് കണ്ണ്, എനിക്ക് എത്ര മനോഹരമായി ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണ് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളും നൽകുന്നുണ്ട്. ഒരാൾ മരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്, നീ ഞാൻ ചെയ്ത നന്മക്ക് പകരം എനിക്ക് സ്വർഗം നൽകണമെന്ന്. അപ്പം അള്ളാഹു അയാളോട് തിരിച്ചു പറഞ്ഞു, നീ ചെയ്ത എല്ലാ നന്മകളും ഞാൻ നിനക്ക് നൽകിയ കണ്ണിന് മാത്രം പകരം വെക്കാൻ പോലും ഇല്ല എന്ന്. അതായത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് കേൾവിയും കാഴ്ചയും അതുപോലുള്ള ചലനശേഷിയും സംസാരശേഷിയും ഒക്കെ പടച്ചവൻ തന്നത് പ്രാഥമികമായി ഈ ലോകത്ത് മനോഹരമായി അടുത്ത ലോകത്തെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ്. തീർച്ചയായും അതിൽ മറ്റ് ഇന്ദ്രിയങ്ങളെ പോലെ ഒരുപക്ഷെ നാം ജീവിക്കുന്ന ലോകക്രമത്തിൽ മറ്റ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കണ്ണിന് പ്രസക്തമാവുന്ന വിധമാണ് ഈ ലോകം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മാത്രം. KGS തൻ്റെ ഒരു കവിതയിൽ പറയുന്നു, കടലെന്നാൽ നിങ്ങൾക്ക് വെറും മീൻ മാത്രം, വിജയമെന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച, അതുകൊണ്ട് ഈ കാഴ്ച ഭ്രമം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായി പറയാം എന്നുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സ്ഥാപനത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വിളിച്ചപ്പോഴേ, രാവിലെ ആണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ചടങ്ങ് ഞങ്ങൾ കൂടി പങ്കെടുക്കാവുന്ന രീതിയിൽ സംവിധാനിച്ച് എല്ലാ കൺവീനിയൻസും അറേഞ്ച് ചെയ്തു തന്ന സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ചെറിയ ചോദ്യം. എനിക്ക് എൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്താ പറയുക കൂട്ടുകാരെ, എനിക്ക് പ്രസംഗിക്കാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അത് വലിയ പ്രശ്നമാണ്. പ്രസംഗിക്കാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ മാത്രം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കണ്ണ് കാണാത്ത ആളുകളെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ നിന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ബസ് സ്റ്റേഷനുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? അല്ല, ശരി. പിന്നെ എവിടെ? കോളേജസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലയിടത്തുനിന്നും കണ്ടിട്ടുണ്ട് അല്ലേ? ശരി. ഈ കണ്ണ് കാണാത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞാണി. അതന്നെ പാവലേ. പിന്നെ അത് അവിടുന്ന് വന്ന ആൻസറാണ്. പാവലേ. പിന്നെ സങ്കടം. വേറെ പോട്ടെ. ഞമ്മക്ക് 2 കണ്ണ് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. അടുത്ത് വേറെ എന്തെങ്കിലും? ഒരാൾ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോവുകയാണ്, അത് നിങ്ങളിങ്ങനെ കാണുകയാണ്, ഹെൽപ്പ് ചെയ്യാൻ നോക്കും.
വേറൊരു സാധനം കൂടെ വരൂടെ, മേ കണ്ണ് കാണാതെ എങ്ങനാണല്ലേ അല്ലേ, വരില്ലേ? ആ കണ്ണ് കാണാതെ എങ്ങനാണല്ലേ, അല്ലാ കയറ്റം കയറി ഒറ്റക്ക് കയറി റബ്ബേ ബസ്സിലതാ പിടിച്ച് കയറുന്നേ അല്ലേ, തോന്നലില്ലേ? കറക്റ്റ് സീറ്റ് പോയി ഇരുന്ന് അല്ലേ? ലൈമിൻ്റെ ഗ്ലാസ്, ഞാൻ ഒരു പ്രാവശ്യം ഹോട്ടലിൽ പോയി കുത്തിരിക്കുമ്പോൾ അതേമാതിരി ഗ്ലാസ് ചെയ്ത് കറക്റ്റ് എൻ്റെ അപ്പുറത്തുനിന്നൊരു പെൺകുട്ടി പറയും, എൻ്റെ മോനെ വെള്ളം എടുത്തത് ഒറ്റക്ക് കുടിക്കുന്ന. ഞാൻ എന്താ ഇപ്പം കാട്ടണ്ടേ, ഓക്കൊരു ഗ്ലാസ് കൊടുക്കണോ? അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഒരു കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ ആര് കാണുന്ന നിങ്ങൾ, ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുന്നത് പോലെ, ഞാൻ ഫുഡ് കഴിക്കുന്നത് പോലെ, ഞാൻ പഠിക്കുന്നത് പോലെ, ഞാൻ വായിക്കുന്നത് പോലെ സ്വയം പര്യാപ്തനായി ഒറ്റക്ക് ഈ ചങ്ങായി കണ്ണ് കാണാത്ത ഈ മനുഷ്യനെ കൊണ്ട് വായിപ്പിക്കാനും പഠിപ്പിക്കാനും ഒരു ജീവിതം നയിക്കാനും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനും എനിക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും കൂടെ ചോദിക്കാം. ഞാൻ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഈ മോളെ, ഞാൻ ചൂണ്ടുന്ന മോളെ വീട് എവിടെയാ? മോളെ മോനോ? ആ ടീച്ചർ, ടീച്ചറെ വീട് എവിടെ ടീച്ചറെ? കൊടുവള്ളി. ഞാൻ കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരിക്കപ്പുറം ഈങ്ങാപ്പുഴയ്ക്കപ്പുറം ഇങ്ങോട്ട് തിരിഞ്ഞ് 4-5 ഗട്ടറൊക്കെ ചാടി, ഞാൻ ശരിക്കും പള്ളേ കാളിപ്പോയി. 4 ഗട്ടർ ചാടി. റഹ്മാനായ റബ്ബേ, അത് എന്താണിത് ഇങ്ങനെ? അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ ഗട്ടറൊക്കെ ചാടി ഇങ്ങോട്ട് വന്ന് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് വന്നു. ഇതുപോലെ ഇപ്പോൾ കണ്ണ് കാണാത്ത ഇന്ന അവിടുന്ന് കാണുക. ഇതുപോലെ ജെയ്സൽ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഒറ്റക്ക് വരുത്താൻ വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പറയാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ളൊരു കാഴ്ചപ്പാടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വിഷ്വലി ഇമ്പയർഡ് ആയിരുന്നു, കാഴ്ച പരിമിതനായിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ അറിയോ? എന്താണ് എനിക്ക് ഒന്ന് പള്ളിയിൽ വരണം, നിസ്കരിക്കാൻ ഞാൻ വരേണ്ടതുണ്ടോ? കുറച്ച് ഇടങ്ങാറാണ് വരാൻ, ഞാൻ വരേണ്ടതുണ്ടോ? ഞാൻ പെരേന്ന് നിസ്കരിച്ചാൽ പോരെ? ഞാനാണ് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ പറയുക? കുഴപ്പമില്ല ജയിച്ചോ, അല്ലേ അംജിയോ? പറയൂ അത് കുഴപ്പമില്ല ജയിച്ചോ, ഈ അവിടെ പെരയെ കുത്തർന്നോ? ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു അല്ലേ, ഞാനത് പറയും. പക്ഷേ നബി പറഞ്ഞാൽ എന്താ അറിയോ? നബി പറഞ്ഞു ഓക്കെ എന്നാൽ ആയിക്കോട്ടെ അവിടെ നിന്നോ പറഞ്ഞ് നബി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തിരിച്ച് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, അല്ല ബാങ്ക് കേൾക്കുന്നുണ്ടോ? നബി ചോദിക്കുകയാണ്. കേൾക്കുന്നുണ്ട്. എന്നാ ഈ പള്ളിയിൽ വരണം. ഓക്കെ, നമ്മളൊക്കെ കേട്ട കഥ അവിടെ വരെയാണ്. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇനി പള്ളിയിൽ വരണം. എങ്ങനെ വരണം? നമ്മളൊക്കെ എന്താ പറയുക? നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മുഹമ്മദ് കാക്കല്ലേ, മുഹമ്മദ് കാക്കനോട് എന്ത് ചെയ്താൽ മതി? അന്നൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. മുഹമ്മദ് കാക്ക അവരൊന്ന് കൊണ്ടുവരണേ. മുഹമ്മദ് കാക്കാക്ക് പനി പിടിച്ചാൽ ജയ്സലിൻ്റെ പള്ളിയിൽ പോക്ക് നിന്നു. എന്നാൽ നബി പറഞ്ഞാൽ എന്തായിരുന്നു അറിയോ? ഒരു കയറ് കെട്ടിക്കൊടുത്തു അത്രേ. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു കയറ് കെട്ടിക്കൊടുക്കുന്നു. ആ കയറ് പിടിച്ച് ഇങ്ങനെ വരുന്നു. അന്ന് വൈറ്റ് കെയിൻ ഇല്ല, മൊബിലിറ്റി സ്റ്റിക്കുകളില്ല, ആപ്പുകളില്ല, സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. ഒരു കയറ് കെട്ടിക്കൊടുക്കും. ഇതാണ് എന്ത് നമ്മളുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വയം പര്യാപ്തരാകാൻ വേണ്ടി ഒരു കാഴ്ചയില്ലാത്തവനെ എങ്ങനെ സഹായിക്കാം? ഈ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായും വരേണ്ടത്. അപ്പോൾ അതിന് കുറേ സംഗതി ഉണ്ട്. അതിൽപ്പെട്ട 1-2 സംഗതികൾ നമ്മുടെ സൈറ്റഡ് ഗൈഡ് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പാനൽ ഡിസ്കഷൻ്റെ ഇടയിൽ ഈ സൈറ്റഡ് ഗൈഡ് ടെക്നിക്കൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ അത് പഠിച്ചിട്ട് ഇവിടുന്ന് എല്ലാവരും പോവുള്ളൂ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ്സൽ ചെറിയൊരു വെടി അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി വിശദമായിട്ട് നമുക്ക് പൊട്ടിക്കാം. പിന്നെ ഇനി നമുക്ക് പ്രിയപ്പെട്ട നാസി ഹദനി ഉസ്താദ് ഉണ്ട്, ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും പല സാഹചര്യങ്ങളിലൂടെയും പല അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങളെപ്പോലെ തന്നെ ജനിച്ചത് മുതൽ
10ാം ക്ലാസ് വരെ പൂർണ്ണമായും കാഴ്ച ഉള്ള ആളായിരുന്നു ഞാനും. എന്നാൽ 10ാം ക്ലാസ്സിനു ശേഷം എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തു. എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം, അവൻ്റെ ജീവിതത്തിലെ 72% തെറ്റുകളും സംഭവിക്കാൻ കാരണമായി തീരുന്നത് അവൻ്റെ കാഴ്ചയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഖസാലി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നാം മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, പല ലക്ഷ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു പ്രതിസന്ധിയായിട്ട് ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്നൊരു വലിയ ആശങ്ക നമുക്കുണ്ടാകും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയത് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്, പ്രതീക്ഷ മുറിയരുത്. നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനോട് നാം കൂട്ടി വായിക്കേണ്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അവസാന സമയത്ത് ഹബീബായ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ അവസാന സമയത്ത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനവരുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നാൽ പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ക്രോഡീകരിച്ചത് മഹാനായ അബൂ ഹുറൈറ തങ്ങളാണ്. എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വിഷയത്തിൽ വളരെയധികം ജാഗ്രത കാണിച്ചിരുന്നു, വളരെയധികം ശ്രദ്ധ ഞാൻ എൻ്റെ വിഷയത്തിൽ, ഈ ഹദീസ് ശേഖരിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഞാൻ വലിയ മറവിയുള്ള ആളായിരുന്നു എങ്കിലും ഞാൻ കഠിനമായ അധ്വാനം എനിക്കുണ്ടായിരുന്നു, ധാരാളം ഞാൻ പ്രതീക്ഷ വെക്കുന്ന ആളായിരുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമുക്ക് പല ന്യൂനതകളും ഉണ്ടാകാം, പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നാം നേടിയെടുക്കേണ്ട നമ്മുടെ ലക്ഷ്യങ്ങളെ ഒരിക്കലും നമ്മൾ ആ ഒരു കാരണം കൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല. അതിനുവേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും ചെയ്യണം. എൻ്റെ വിഷയം പരിശോധിക്കുമ്പോൾ 10ാം ക്ലാസ്സിനു ശേഷം ഞാൻ മഅദിൻ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 10ാം ക്ലാസ് വരെയുള്ള വിവരമാണല്ലോ ഉള്ളത്. മതരംഗത്ത് കൂടുതലായി വൈജ്ഞാനികമായ വിവരമൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാൽ മഅദിനിലെത്തുന്നു, ഞാൻ പഠനം പൂർത്തിയാക്കുന്നു. അതുപോലെ തന്നെ മഅദിനിൽ നിന്നും അദനി ബിരുദം 9 വർഷത്തേക്ക് പൂർത്തിയാക്കുമ്പോഴേക്കും വലിയൊരു റാങ്കോട് കൂടി തന്നെ ഞാൻ മഅദിനിൽ നിന്ന് പാസ്സാകുന്നു. നിർത്തിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മതകലാലയമാണല്ലോ മർക്കത്തു സഖാഫത്തുൽ ഇസ്ലാമിയ. തുച്ഛം ആളുകൾക്ക് മാത്രമാണ് ബിരുദാനന്തര ബിരുദം മർക്കസിൽ നിന്ന് നൽകുന്നത്, അഥവാ കാമിൽ സഖാഫി. അഥവാ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കേവലം 26 ആളുകൾ മാത്രമാണ് കാമിൽ സഖാഫിക്ക് അവിടെ പഠിക്കുന്നത്. അഥവാ അത്രത്തോളം ടൈറ്റാണ് അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും സെലക്ഷനും എല്ലാം. അപ്പോൾ അവിടെ നമുക്ക് കയറാൻ സാധിക്കുകയും അവിടെ നിന്നും ഉയർന്ന റാങ്കോട് കൂടി നമുക്ക് വിജയിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഇന്ന് നിലവിൽ 4ലധികം ആത്മീയ മജ്ലിസുകൾ നമുക്ക് നടത്താൻ നിലവിൽ കാഴ്ചയില്ലാഞ്ഞിട്ട് പോലും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ആത്മീയമായിട്ടുള്ള മജ്ലിസുകൾ നടത്താൻ നമുക്ക് ഈ കാഴ്ച ഇല്ലായ്മ ഒരു തടസ്സമായി വന്നിട്ടില്ല. മാത്രമല്ല ഡിഗ്രി പൂർത്തിയാക്കി, PG പൂർത്തിയാക്കി, ഇൻഷാ അല്ലാഹ് JRF കരസ്ഥമാക്കി ഇനി PhDക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് നമ്മുടെ ഒരു കാഴ്ച പ്രതിസന്ധി ഒന്നുമല്ല, നമുക്ക് കേൾവിയില്ലായ്മ ഒരു പ്രതിസന്ധിയല്ല. നമ്മെ ബാധിക്കുന്ന വിഷമങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനം നമുക്കുണ്ടാകണം.
ഒരിക്കലും നാം ആശ മുറിയരുത്, പ്രതീക്ഷ മുറിയരുത്. കഠിനമായ അധ്വാനം നമുക്ക് നമ്മുടെ പഠന രംഗത്തുണ്ടാകണം, ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. അവസാനമായി അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം തീർത്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. സംശയം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പഠനത്തിന് അത് പകുതി വെച്ച് നിർത്തിക്കളയേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അവസാനമായി അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന കാര്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ലക്ഷ്യം പൂവണിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുന്നിൽ കാഴ്ചയില്ലായ്മയോ കേൾവിയില്ലായ്മയോ സംസാരശേഷിയില്ലായ്മയോ നമ്മുടെ കൈകാലുകൾക്ക് ശേഷിയില്ലായ്മയോ ഒന്നും നമ്മുടെ മുന്നിലൊരു പ്രതിസന്ധിയല്ല, തടസ്സമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയൊരു ഉപദേശമായിട്ട് അവതരിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ഇനി നമ്മോട് സംസാരിക്കുന്നു ആഷിഖ് കാളികാവ്. ഹൃദ്യമായി സ്വാഗതം ചെയ്യും. കാഴ്ച എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഇവിടെ മറ്റു 3 പേര് അല്ലെങ്കിൽ അവരിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിവില്ല, അത്രമാത്രം കയ്യിലുമില്ല. പിന്നെ ഞാൻ പറയുന്നത് എന്നെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് എന്ത് സന്ദേശം നിങ്ങൾക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജന്മന കാഴ്ച പരിമിതിയോടുകൂടി ജനിച്ച ഒരു വ്യക്തിയാണ്. ജനിച്ച പാടന്നെ നമുക്കറിയാം, എൻ്റെ വീട്ടിൽ 5 മക്കളാണുള്ളത്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും 5 മക്കളാണുള്ളത്. അതിൽ മൂത്ത ആളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുട്ടി ഇങ്ങനെ പരിമിതിയോടുകൂടി ജനിക്കുന്ന സമയത്ത് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാകാവുന്ന ആശങ്കയും ഭയവും, ഭയമല്ല ഒരു ആശങ്ക തന്നെയാണ് അതിന് പറയാം. അപ്പോൾ അത് എൻ്റെ പാരൻസിനും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വളർന്നു. ഏകദേശം സ്കൂളിൽ പോകേണ്ട പ്രായമായി. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് കാഴ്ച പരിമിതി ഉള്ള ആളുകളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള സ്പെഷ്യൽ സ്കൂള് ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കപ്പറ്റ മങ്കടയുള്ള ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ എത്തുന്നത്. ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ എത്തിയ സമയത്ത് എൻ്റെ പരിമിതികൾ എന്താണ്, അല്ലെങ്കിൽ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഏകദേശം 2ാം ക്ലാസ്സിലെത്തിയ സമയത്ത് തന്നെ ഞാൻ ബ്രെയിലി ലിപി മുഴുവനായിട്ട് പഠിച്ചെടുത്തു. ബ്രെയിലി ലിപിയിലെ എല്ലാ അക്ഷരങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള അക്ഷരങ്ങൾ മുഴുവനായിട്ട് ഞാൻ പഠിച്ചെടുത്തു. പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 5ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് കലോത്സവ മേഖലകളിലേക്ക് ഞാൻ കടന്നു തുടങ്ങിയത്. എൻ്റെ അധ്യാപകൻ ശ്രീ നിസാർ മാസ്റ്റർ തൊടുപുഴ ഇന്ന് ഒരുപാട് റിയാലിറ്റി ഷോയിലേക്കുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്ന വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ്. അദ്ദേഹമാണ് എൻ്റെ സംഗീതത്തിലെ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ 5ാം ക്ലാസ് മുതൽ ഞാൻ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഏകദേശം 6ഉം 7ഉം കഴിഞ്ഞു. 8ാം ക്ലാസ്സിലേക്ക് ഞാൻ നാട്ടിലെ സ്കൂളിലേക്കാണ് പോകുന്നത്. നാട്ടിലെ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളല്ല, സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരേ ഒരു കാഴ്ച പരിമിതനെ ഉണ്ടായിട്ടുള്ളൂ, അത് ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ടായിരുന്നു. പഠനപരമായിട്ട്
കാരണം നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ ഒരു ക്ലാസ്സിൽ 7 കുട്ടികൾ അല്ലെങ്കിൽ 6 കുട്ടികളൊക്കെ വെച്ച് പഠിപ്പിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ 46 കുട്ടികളുണ്ടായിരുന്നത്. ഈ 46 കുട്ടികളുടെ ഇടയിൽ നിന്ന് നമുക്ക് എങ്ങനെ സാധാരണ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയൊരു ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക എനിക്കുണ്ടായിരുന്നു. അതൊക്കെ അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ നികത്തി തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക പിന്തുണയോടുകൂടി എനിക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8ഉം 9ഉം 10ഉം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ 8 A+, 2 A, 1 B+ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 93% മാർക്ക്. വല്ലാത്തൊരു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അതിനു മുന്നേ തന്നെ 8ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 46 കുട്ടികളുണ്ടായിരുന്നു എന്ന്. ഈ 46 കുട്ടികളെയും ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരവും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അവിടെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഴ്ച പരിമിതി മീൻസ് ബ്ലൈൻഡാണ് എന്ന് വിചാരിച്ചിട്ട് ഒരവസരവും നമുക്ക് തഴയപ്പെടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ടീച്ചർ ഒരു പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്, ചുരുക്കി പറയാം. ക്ലാസ്സിൽ സംസാരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈൻ അടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പേരെഴുതുക, ഫൈൻ വാങ്ങുക. അപ്പോൾ ഈ പേരെഴുതുക, ഫൈൻ വാങ്ങുക എന്നുള്ള പരിപാടി ടീച്ചർ എന്നെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്ക് അതൊരു അത്ഭുതം തോന്നും. കാരണം എനിക്കെങ്ങനെയാണ് കുട്ടികൾ സംസാരിക്കുന്നത് മനസ്സിലാവുക, കുട്ടികൾ എന്ത് കളിച്ചാലും ഞാനെങ്ങനെയാണ് അറിയാമെന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാവും. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഈ 46 കുട്ടികളുടെയും ശബ്ദം എനിക്കറിയാം. 46 കുട്ടികൾക്കും വേറെ വേറെ ശബ്ദങ്ങളാണ്. അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ശബ്ദവും സംസാരവും കൃത്യമായി നോട്ടീസ് ചെയ്തുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഫൈൻ കളക്ട് ചെയ്യുകയും ആ വർഷത്തിൻ്റെ അവസാനത്തിൽ 8ാം ക്ലാസ് ഞങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ആ പൈസ അവർ പിരിച്ചെടുത്ത 10ൻ്റെയും 20ൻ്റെയൊക്കെ നോട്ടുകൾ ഞാൻ ഒരു കെട്ടാക്കി റബ്ബർ ബാൻഡൊക്കെ ചെയ്ത് ടീച്ചറെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയൊരു പ്രത്യേക ഉന്മേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ഞാൻ പഠിച്ചു, ഉന്നത മാർക്കോടുകൂടി പാസ്സായി. +1 +2 അവിടെ തന്നെ പഠിച്ചു, ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു. പിന്നെ ഡിഗ്രി ഫറൂഖ് കോളേജിൽ BA മലയാളം പഠിച്ചു. ഫറൂഖ് കോളേജിൽ BA മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഫറൂഖ് കോളേജിലെ മോസ്റ്റ് പോപ്പുലർ സിംഗർ ഓഫ് ദി ക്യാമ്പസിനുള്ള അവാർഡ് 2019 എനിക്ക് വന്നത്. സോ ഞാൻ ചുരുക്കുകയാണ്, അധികം പറയുന്നില്ല. അപ്പം അങ്ങനെ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് രണ്ടാമതൊരു സർപ്രൈസും കൂടെ എൻ്റെ ജീവിതത്തിൽ വന്നെത്തി. അതാണ് ഫ്ലവേഴ്സ് TVയിലെ കോമഡി ഉത്സവം എന്ന വലിയൊരു ഫ്ലോറിൽ എത്തിപ്പെടാൻ സാധിച്ചു. അതിന് എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ അധ്യാപകനും അതോടൊപ്പം ഫറൂഖ് കോളേജിലെ ഞാൻ നാളിതുവരെ പഠിച്ചു വന്ന സ്ഥാപനങ്ങളിലൊക്കെ അധ്യാപകരുടെ സേവനവും സപ്പോർട്ടും കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഈ കാലിഫ് സ്കൂളിൽ പഠിച്ച ബിലാൽ എന്ന് പറയുന്ന സുഹൃത്താണ് കോമഡി ഉത്സവത്തിൻ്റെ ആ ഒരു വേദിയിലേക്ക് എന്നെ എത്താൻ കാരണക്കാരനായിട്ടുള്ളത്. അപ്പോൾ ബിലാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ മഞ്ചേരിയിലെ B.Ed 2ാം വർഷ വിദ്യാർത്ഥിയാണ്. കൂടാത്തതിന് ഞാൻ പഠിച്ച 8 മുതൽ +2 വരെ പഠിച്ച അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ മലയാള അധ്യാപകനും കൂടിയാണ്. അവിടെ ട്രെയിനിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്താണ് എനിക്ക് നൽകാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാഴ്ച പരിമിതി ഒന്നിനും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. നമ്മളൊരു സാധ്യത, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതികളിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇപ്പം നേരത്തെ
ജയ്സൽ സാറ് പറഞ്ഞ പോലെ തന്നെ, അതുപോലെ ഹബീബ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാഴ്ച പരിമിതി എന്നുള്ളത് ഒരു പരിമിതിയല്ല, അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് എന്താവുക, നമ്മളതിനെ സർവൈവ് ചെയ്ത് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പതിയല്ല, എമ്പതിയുമല്ല, അവർക്ക് റൈറ്റ് ബേസ്ഡ് അവകാശാധിഷ്ഠിതമായിട്ട് ഇടപെടാനുള്ള സ്പേസാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവരോടുള്ള ഒരു മനോഭാവത്തിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.